എന്നാലും കുമാരൻ പറയണതായിട്ട് വിശ്വസിച്ചല്ലോ. ഞാനിത് ശ്രീധരുണിന്റെ അടുത്ത് പറയുന്നുണ്ട്. അയ്യേ വേണ്ട കേട്ടോ. എന്താ രണ്ടാളും തമ്മിൽ ഒരു രഹസ്യം? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. കുമാരൻ എന്തോ പറഞ്ഞെന്ന് വെച്ചിട്ട്. ഓ, അവന്റെ കാര്യമാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട. ആ അമ്മൂട്ടി, നീ അവന് ഊണെടുത്ത് വെക്ക്. ഇനി എപ്പോഴാണാവോ എഴുന്നള്ളത്ത്? നേരെ ഒരുപാടായില്ലേ, നിങ്ങൾ പോയി കിടന്നോളൂ. വേണ്ട, എന്നും മാധവട്ടിനടുത്തൊന്നും എനിക്കാ ചീത്ത കേൾക്കണേ. ലക്ഷ്മിയടുത്തെ കൊണ്ടുള്ള പണിയൊക്കെ എടുപ്പിച്ചിട്ട് ഞങ്ങൾ തിന്നു കൊഴുക്കുകയെന്ന്. അവനോട് ഞാൻ സമാധാനം പറഞ്ഞോളാം. ചെല്ല്, ഇതൊന്ന് തീർന്നോട്ടെ. അതവിടെ വെച്ചോളൂ. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, സഹായത്തിന് അമ്മൂട്ടിയില്ലേ. ശ്രീധരൻ അവിടെ കയറൂറുന്നുണ്ടാവും. ആ, ഗുരുവായൂരിന്ന് കൊണ്ടുവന്ന് എണ്ണ സേവിക്കാൻ മറക്കണ്ട കേട്ടോ. അയ്യോ, ഇനി അമ്മയൊന്ന് കിടത്തി ഉറക്കാനുള്ള പാടാ. നാരദ രാഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ. ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യന് മുക്തി ലഭിക്കുമതിനില്ല സംശയം. രാമാ, ഇനി അച്ഛമ്മ ഉറങ്ങിക്കോ. ഇങ്ങടുത്ത് വരൂ. എന്താ? ഇവിടെ ഇരിക്കൂ. നീ ക്ഷീണിച്ചു വരിക. ഒരു ക്ഷീണവും ഇല്ല. 5 കിലോ കൂടിയിട്ടുണ്ട്. എന്താടാ, തല തേച്ച് കുളിക്കണമെന്നില്ലേ? അച്ഛമ്മേ, നാളത്തെ ക്ലാസ്സിലേക്കുള്ള ചോദ്യ പേപ്പർ തയ്യാറാക്കണം. അതൊക്കെ പിന്നെ തയ്യാറാക്കാം. അച്ഛമ്മ ഒരു വിശേഷം പറയാം. എന്താ? എന്താ വിശേഷം? പിന്നെ ആ, നാണമില്ലല്ലോടാ, പോത്തുപോലെ ആയിട്ട്. മാനിക്കാനൊന്നുമില്ല. എത്ര പ്രായമായാലും ഇവൻ എനിക്ക് കുട്ടിയാ അല്ലേ മോനെ? ഓ, ഒരു ഇള്ള കുട്ടി. എനിക്കിടാ അവിടുന്ന്. നീ അവിടെ കിടക്കടാ. ഇതായിപ്പോ കൂത്ത്. അമ്മയ്ക്ക് ഉറങ്ങണ്ടേ? വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഞാൻ അറിയാതെ അമ്മൂട്ടിയെ കൂട്ടുപിടിച്ച് അമ്മ പായസം ഉണ്ടാക്കി കഴിച്ചു അല്ലേ? അവൾക്ക് എന്റെ കയ്യിൽ നിന്ന് തിമിർത്തും കിട്ടി. മാസത്തിൽ ഒരിക്കൽ ജന്മനാളിൽ ഞാൻ ഉണ്ടാക്കി തരുന്നില്ലേ ഇഷ്ടപ്പെട്ട പായസം? സൂക്ഷിക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. ആ, മരുന്ന് കഴിക്കമ്മേ. വേണ്ട. കഴിക്കമ്മേ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? നാളെയും പായസം ഉണ്ടാക്കി കഴിക്കും. ആരാ തടയാൻ നോക്കട്ടെ? ഇത് എന്റെ വീടാ. ഇവിടെ ആരും എന്നെ ഭരിക്കാൻ വരണ്ട. അല്ലെന്ന് ആരും പറഞ്ഞില്ലല്ലോ. നാളെ അമ്മയ്ക്ക് ഞാൻ പായസം ഉണ്ടാക്കി തരാം. ഇപ്പൊ ഇത് കഴിക്കമ്മേ. വേണ്ട. കഴിക്കച്ചമ്മേ. ഞാനല്ലേ പറയുന്നത്. നീ പറയണോണ്ട് കഴിക്കാം. ബാല, കാവശ്ശേരിയിൽ ഒരു പെൺകുട്ടിയുണ്ട് അത്രേ. വലിയ തറവാട്ടുകാരാ. ജാതകം ചോദിച്ചിട്ടുണ്ട്. ആദ്യം അമ്മ ആ കുട്ടിയെ ഒന്ന് കാണണം. അല്ല, അമ്മ അങ്ങോട്ട് ചെല്ലണമെന്നില്ല. ഇവിടെ വരട്ടെ. അമ്മക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ആലോചിക്കാം. അതാ ശരി. ഇവളെ പെണ്ണ് കണ്ടത് ഞാനാ. ഞാൻ പറഞ്ഞു നിന്റെ അച്ഛന്റെ അടുത്തേ ഇവളെ കെട്ടിയാ മതിയെന്ന്. വേണ്ട അച്ഛമ്മേ, എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. എന്താടാ? നാട്ടുകാര് പറയുന്നത് എന്താണെന്നറിയോ? ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് അമ്പാടി തറവാടാണെന്ന്. അത് തകർക്കാൻ ഒരുത്തി ഇവിടെ വരണ്ട. വരണ കുട്ടി അത്ര കാര്യം ആവണമെന്നില്ലല്ലോ. ആലോചിച്ചിട്ടൊക്കെ തീരുമാനിച്ചാ മതി. എന്നാലും വേണ്ടമ്മേ. അത് ഞാൻ തീരുമാനിച്ചോളാട്ടോ. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം ഈ അമ്പാടിയിൽ ഒരു കുഞ്ഞുണ്ടാവാൻ. അതിനെ ഈ കൈകൊണ്ട് എടുക്കണം എനിക്ക്. അതിനുള്ള ഭാഗ്യം ഉണ്ടാവോ? അമ്മ കിടന്നോളൂ, ഞാനിപ്പോ വരാം. മോളെ, നീ എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് പാടുപെടണത്? സാവിത്രിയും ശാരദയും സഹായത്തിന് വിളിച്ചൂടെ? ഓ, അവര് കുട്ടികളല്ലേ അമ്മേ. പിന്നെ അമ്മൂട്ടി ഉണ്ടല്ലോ എനിക്ക് സഹായത്തിന്. ബാലൻ പറഞ്ഞത് നേരാ. നമ്മുടെ തറവാടൊരു സ്വർഗാക്കിയത് എന്റെ മോളാ. നിനക്ക് മാത്രം നെടുമങ്ങല്യത്തിന് യോഗം ഇല്ലാണ്ട് പോയി. സാരമില്ല അമ്മേ, എല്ലാം എല്ലാവർക്കും തികയാറില്ലല്ലോ. ഇവിടെ എനിക്ക് എന്താ ഒരു കുറവ്? വെറുതെ മനസ്സ് വിഷമിപ്പിക്കാതെ അമ്മ കിടന്നുറങ്ങിക്കോളൂ. രണ്ടുപേരും കൂടെ മത്സരിച്ച് എണ്ണയും നെയ്യും സേവിക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറെ ആയല്ലോ. എന്നിട്ടും ഫലം തഥൈവ. അതിന് എന്റെ കുഴപ്പമൊന്നുമല്ല. പിന്നെ എന്റെ കുഴപ്പമാണോ? രണ്ടുപേർക്കും കുഴപ്പമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? മരുന്ന് പഴക്കിനടുത്ത് മന്ത്രവും പൂജകളും ജയിച്ചു എന്ന് വരും. ഈ വർഷം തറവാട്ടില് ഒരു കുട്ടി ഉണ്ടാവും അത്രേ മല്ലിശ്ശേരി തിരുമേനി പറഞ്ഞത്. ഉണ്ടാവും, തീർച്ചയായും. 9ാം മാസത്തിൽ തന്നെ നല്ല വെളുത്ത് കൊഴുത്ത ഒരു കുട്ടി. ഓ, എന്നെ കളിയാക്കല്ലേ? കാര്യമായിട്ട് തന്നെ പറയുന്നേ. പക്ഷെ നിനക്കല്ല,
ശാരദീർത്തിക്കായിരിക്കും. എന്നാലും എനിക്ക് അസൂയൊന്നുമില്ല. ഈ തറവാട്ടില് ഒരു കുട്ടിയുണ്ടായാ മതി. ശാരദേട്ടത്തിക്കുമല്ല, നമ്മുടെ ജെസ്സി പശുവിന് ഇന്ന് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. സാവിത്രിക്കുട്ടി, എന്നെ വിടാൻ. ആ പിന്നെങ്ങനാ? അത് തന്നെ ഞാനും ചോദിക്കണേ. ഇങ്ങനെ കുറെ കഴിച്ചോണ്ട് എന്ത് വിശേഷം? നിങ്ങൾ കൊണ്ടുതന്ന ഒരുപാട് മരുന്ന് ഞാൻ കഴിച്ചില്ലേ? എന്നിട്ട് എന്തെങ്കിലും ഫലം ഉണ്ടായോ? ഇത് നല്ല ശക്തിയുള്ളൊരു മരുന്നാ. ഗുൽഗുലും ചില പ്രത്യേക മരുന്നുകളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതാ. ഇത് കഴിച്ചാ ഫലം ഉണ്ടാവും. എനിക്ക് നിങ്ങളുടെ വൈദ്യത്തിൽ ഇപ്പൊ ഒട്ടും തന്നെ വിശ്വാസം ഇല്ലാണ്ടായിരിക്കണം. തെറ്റ്. വിശ്വസിക്കണം, എന്നാലേ ചികിത്സയ്ക്ക് ഫലം ഉണ്ടാവൂ. വിശ്വസിച്ചില്ലേ ആ കർത്തേർത്ത പങ്കുണ്യാര്? 48-ാമത്തെ വയസ്സിലാ അയാള് കല്യാണം കഴിച്ചത്. ഒരു 25-കാരി. 5 കൊല്ലം നടന്നു, കാണാത്ത ഡോക്ടർമാരില്ല. അവസാനം എന്റെ അടുത്ത് വന്നു, ചികിത്സിച്ചു. കുട്ടിയുണ്ടായോ? വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പറയേ, കുട്ടിയുണ്ടായോ? ഉണ്ടായി. നാട്ടുകാര് പറയണേ അയാളുടെ അല്ലെന്നാ. അസൂയ, അതിന് ചികിത്സയില്ല. ഈ മാധവനുണ്ണിയുടെ ഒറ്റ ചികിത്സ കൊണ്ടാ അത്. നീ ഏതായാലും ഒരു കാര്യം ചെയ്യേ. ദാ ആ എന്നാ ഞങ്ങൾ പോട്ടെ. എടാ പോട്ടെ എന്നല്ല, പോയി വരട്ടെ എന്ന് പറയണം. നമ്മൾ യുദ്ധത്തിനൊന്നും പോകില്ലല്ലോ, പോയി വരട്ടെ എന്ന് പറയാൻ. അതെ, യുദ്ധത്തിന് തന്നെയാ, കർമ്മയുദ്ധം. നമ്മൾ ജീവിക്കുന്നത് തന്നെ യുദ്ധത്തിന് നടുവില. അതുകൊണ്ടാ ഞാൻ പറയുന്നത്. നന്നായി. ബാല, നീ എന്താ കാണിക്കുന്നത്? ചെറിയച്ഛൻ സംസാരിക്കില്ലെന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ വണ്ടി കയറിക്കും. ക്ലാസ് എടുക്കുന്നതൊക്കെ അങ്ങ് സ്കൂളിൽ ചെന്നിട്ട്. ഞാൻ മിണ്ടുന്നില്ല. എന്നാലും ഒരു അധ്യാപനത്തൊക്കെ മിണ്ടത്തില്ലേ? ദുഷ്യന്തനിൽ നിന്നും ഗർഭിണിയായ ശകുന്തള ദുഷ്യന്തനെ ഓർത്ത് മനോവിഷമം പൂണ്ടിരിക്കുന്ന സന്ദർഭമാണ് നമ്മുടെ പാഠ്യഭാഗം. ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദനയും അനുഷ്ഠിക്കുന്ന ത്യാഗവും നിർവചിക്കാനാവാത്തതാണ്. അതിന് തുല്യമായി ലോകത്ത് മറ്റൊന്നുമില്ല. മഹാകവി ഉള്ളൂരിന്റെ പ്രേമസംഗീതത്തിൽ ഇതിനുദാഹരണമായി ഒരു പദ്യശകലമുണ്ട്. ചൂടാൻ മലരും ഘനമായി തോന്നിന ദോഹദകാലത്തിൽ ചുമന്നിരിപ്പൂ ദുർഭരഗർഭം സുഖേന ജനയിത്രി. ചൂടാനുള്ള പൂ പോലും ഭാരമായി തോന്നുന്ന വ്യാക്കൂണിന്റെ സമയത്ത് വയറ്റിൽ തന്റെ കുട്ടിയെ പേറുന്നത് ഒരു ഭാരമായി അനുഭവപ്പെടുന്നില്ല. മറിച്ച് ആ മാതാവിന് അത് സുഖമായിട്ടാണ് തോന്നുന്നത്. എടാ നോക്കി നിൽക്കാണ്ട് മാധവനും ശ്രീധരനും ബാലനും ഒക്കെ വരാൻ പറയാ. എന്താ മുത്തശ്ശി, സാവിത്രിക്ക് എന്ത് പറ്റി? എടാ തിരുമണ്ട, ശ്രീധരനൊരു അച്ഛനാവാൻ പോണു. അപ്പൊ ഞാൻ എല്ലാരും അറിയിക്കട്ടെ. ഇപ്പൊ ആരെയും അറിയിക്കൊന്നും വേണ്ട. മോളത്തേക്ക് വാ. വേണം. ആ ഡാക്ടറെ ഇങ്ങോട്ട് വിളിച്ചോളൂ. കണ്ടില്ലേ മുഖത്തൊരു വളർച്ച? എനിക്ക് ഇന്നലെ മുതലേ തോന്നിയതാ. നോക്കി നിൽക്കാണ്ട് പോടാ. ആ വരുമ്പോ കുറച്ച് പച്ചമാങ്ങയും കൂടെ പൊട്ടിച്ചോളൂ. വരൂ വരൂ. എന്താ എന്റെ കുട്ടിയെ? ഇതിന് അലോപ്പതിയിൽ ചികിത്സയില്ല. താൻ പേടിക്കണ്ട. നമ്മുടെ താഴത്തേലെ പാറൂട്ടിയുടെ അവസ്മാരം എങ്ങനെയാ മാറിയത്? മാറിയോന്നോ? നിശേഷം മാറി. ഇനി അവൾക്ക് ധൈര്യമായിട്ടൊരു കല്യാണം ആലോചിക്കാം. എപ്പോഴും കയ്യിലൊരു താക്കോൽ കൂട്ടം കരുതണമെന്ന് ഇത്തരം പറയലടാ. ഇതിന്റെ പ്രതിവിധി എന്താണെന്നറിയോ നിനക്ക്? വിവാഹം. അതാണ് എന്റെ ചികിത്സ. ഒരു പ്രസവം കഴിഞ്ഞാ അവസ്മാരം പമ്പ കിടക്കും. പ്രസവിച്ചില്ലെങ്കിലോ? അതപ്പൊ പോരെ. പാറൂട്ടിയുടെ അവസ്മാരം ഞാൻ മാറ്റും. മാധവേട്ടോ, എന്താണ്? അയ്യോ, ശാരദ എടുത്ത് ഛർദിച്ചു. വില്ലാതി കൊഴി തരാം, അത് കൊടുത്താ മതി. അയ്യോ, ആ ഛർദിയല്ല, മാധവേട്ടനൊരു അച്ഛനാവാൻ പോണു. ഗുരുവായൂരപ്പാ. ഞാൻ ബാലനെ ശ്രീധേട്ടനെ വിവരം അറിയിക്കട്ടെ. മുത്തശ്ശി വേഗം ചെല്ലാൻ. ഞാൻ എന്താ എത്തി. അറ്റ കൈക്ക് പ്രയോഗിച്ചതാ ആ ഗുൽഗുലു. ഇപ്പൊ എങ്ങനെയുണ്ട് ഈ മാധവനുണ്ണിയുടെ ചികിത്സ? എന്തായാലും നന്നായി. കല്യാണം കഴിഞ്ഞ് 10 കൊല്ലായില്ലേ, ചികിത്സ ഇപ്പോഴെങ്കിലും ഫലിച്ചുല്ലോ. എടാ, നീ കുറച്ച് മഹാധനന്തരം എടുക്ക. ഇയാളൊരു കാര്യം ചെയ്യാം. വാ ഒന്ന് കഴിഞ്ഞിട്ട് രോഗിയെ കൊണ്ടുവരാം. നല്ലൊരു ദിവസം നോക്കി നമുക്ക് ചികിത്സ അങ്ങോട്ട് തുടങ്ങാം. ആ കല്യാണക്കാരെ എവിടം വരെ എത്തിവാല? മുറുകി വരുന്നു. മലയാള ഭാഷ കഠിനമാണേ. കണക്കും സയൻസും പോലെയൊന്നും അല്ല. അത് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. ഭാഷാധ്യാപകന്റെ വേതനം കൂട്ടിയേ തീരൂ. അത്രയ്ക്ക് ദുർഘടമാണത് പഠിപ്പിക്കാൻ. ശ്രീധരൻ മാസ്റ്റർ പഠിപ്പിക്കുന്നതിന് പകരം
കഥകളിക്ക് പോയിരുന്നു. ആ, അതാണ് ഈ ശ്രീധരന്റെ ശൈലി. വിദ്യാർത്ഥികളുടെ ഹൃദയങ്ങളിലേക്ക് ആഴത്തിലിറങ്ങി ചെല്ലുക. റിസൾട്ട് വരുമ്പോ ഇതിന്റെ കേമത്തിലൊന്നും കാണില്ല മാഷെ. കാണില്ല. പരീക്ഷ പാസ്സായാലല്ല പഠനം. പഠനത്തിന്റെ കാര്യം ചെറിയച്ഛൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ. നിർത്ത്. പഠനമല്ല, പഠനം. ഠാ, ഠാ. കണ്ടില്ലേ, ഭാഷ നശിച്ചു. ശ്രീധരേട്ടാ, ശ്രീധരേട്ടൻ ഒരു അച്ഛനാവാൻ പോണു. ഏ? കുമാര, സത്യമാണോടാ? സത്യം. അമ്മുട്ടി ഛർദിച്ചു. ഗർഭാന്ന് മുത്തശ്ശി പറഞ്ഞു. ഏ? ചെറിയച്ഛ, എന്താ മാഷെ, അമ്മൂട്ടി ഇവിടുത്തെ വേലക്കാരിയല്ലേ? ആ. മുത്തശ്ശി വേഗം ചെല്ലാൻ പറഞ്ഞു. ഞാൻ ഡോക്ടറെ വിളിക്കാൻ പോവാ. എന്താ ഈ കാണിക്കുന്ന ശാരദേ? പതുക്കെ പതുക്കെ. എന്താ അത്? ഇപ്പൊ ഒറ്റത്തടി ഇല്ലാന്നൊരു ഓർമ്മ ഉണ്ടാവണം. അപ്പന്റെ ഗുലുഗുലു ഏറ്റു അല്ലേ? ഇന്നലെ തന്നെ എനിക്ക് തോന്നി ശാരദയ്ക്ക് എന്തോ ഒരു മാറ്റം. അസ്വാസ്ഥ്യം തോന്നണില്ലല്ലോ. ഞാൻ മഹാധനന്തരം കൊണ്ടുവന്നിട്ടുണ്ട്. മാധവേട്ടൻ എന്തൊക്കെയാ പറയണേ? വിവരറിഞ്ഞു. ഛർദിച്ചു എന്ന് കേട്ടപ്പോഴേ എനിക്ക് ബോധ്യായി. ഇനി ഓടിച്ചാടി നടക്കാനൊന്നും പറ്റില്ല. ഛർദിച്ച ഞാനല്ല, സാവിത്രിക്കുട്ടിയാ. പാവം, നല്ല തലചുറ്റലുണ്ട്. അമ്മൂട്ടി, അമ്മൂട്ടി, അമ്മൂട്ടി. എന്താ ശ്രീധര? മാധവേട്ടാ, എന്നോട് ഇത് വേണ്ടായിരുന്നു. എന്ത് വേണ്ടായിരുന്നു? സന്തോഷിക്കേണ്ട സമയല്ലേ ഇത്? വേലക്കാരിയിൽ ഒരു കുട്ടി ഉണ്ടായിട്ട് അമ്പാളിയിലെ ശ്രീധരൻ അച്ഛനാവണ്ട. മാധവേട്ടനോട് ഞാൻ ഇതുവരെ ഒരു മര്യാദ കുറവ് കാണിച്ചിട്ടില്ല. എന്തൊക്കെയാ ശ്രീധര നീ പറയണേ? എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ തറവാട്ടിൽ നമ്മൾ 3 ആണുങ്ങളാ. ഏട്ടനും ഞാനും ഇവനും. ഇവൻ എട്ടും മുട്ടും തിരിയാത്ത കുട്ടിയാ. അമ്മുട്ടയ്ക്ക് ഗർഭം ഉണ്ടാകണമെങ്കിൽ ഞാനല്ലാതെ മറ്റൊരാൾ ഏട്ടൻ മാത്രമേ ഉള്ളൂ. പറയൂ മാധവേട്ടാ, തെറ്റി ചെയ്തിട്ട് എന്റെ പെടലേക്ക് വെക്കണത്. വിടി ചെറിയച്ഛ, നമുക്ക് ആ അമ്മൂട്ടിയോട് ചോദിക്കാം. എന്താ ശ്രീധര? കുടുംബത്തിന് മാനക്കേട് വരുത്തി വെച്ചില്ലേ? ഏട്ടത്തി പ്രായത്തിന് എന്നെക്കാൾ ചെറുപ്പമാണെങ്കിലും സ്ഥാനത്തിന് എന്റെ ഏട്ടത്തി അമ്മയാ. ഞാൻ അങ്ങനെ കരുതിയിട്ടുള്ളൂ. നുണ പറയാൻ എനിക്ക് അറിയില്ല. എന്നെ പഠിപ്പിച്ചിട്ടില്ല. സത്യം ഏട്ടത്തി, ഈ ഗർഭത്തിന് ഉത്തരവാദി ഞാനല്ല. ഞാൻ അറിഞ്ഞ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. മാധവേട്ടനായി കടുക ചെയ്തത് എന്റെ സ്വന്തം ഏട്ടൻ. ഏട്ടനെങ്കിലും ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അവളെ വിളിക്ക്. സത്യം ഇപ്പൊ അറിയണം. എന്റെ ഈശ്വര, ആളുകളുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? എന്താ ഇവിടെ ഒരു ബഹളം? എന്താ മാധവനുണ്ണി? ശ്രീധരനകത്തേക്ക് ചെല്ല്. സാവിത്രിക്കുട്ടി കിടക്കുക. ഒന്നുമില്ല, ഒരു തലചുറ്റല്. അതിന്റെ ലക്ഷണം തന്നെയാ. ചെയ്ത വഴിപാടുകൾക്കൊക്കെ ഫലം കിട്ടാതിരിക്കൂ. ആ ചെല്ല് ചെല്ല്, ഒരു ചോക്ലേറ്റ് എന്തെങ്കിലും മേടിച്ചോണ്ട് വാ. അപ്പോ ഛർദ്ദിച്ചത് സാവിത്രി കുട്ടിയാണോ? പേടിക്കാനൊന്നുമില്ലെന്നേ. പക്ഷെ ആ ഡോക്ടറെ കണ്ടില്ലല്ലോ. ആ ബാല, നീ ചെന്ന് ഒരു കരിക്ക് ചെത്തിക്കൊണ്ടുവാ. അവൾക്ക് വല്ലാത്ത ക്ഷീണമുണ്ട് കേട്ടോ. ബാല, ശ്രീധരൻ ഇത് എന്താ പറ്റിയേ? പറ്റിയതല്ല, പറ്റിച്ചതാ ആ കുമാരൻ. ചെറിയമ്മേ, ഈ ഏടാകൂടം എല്ലാം ഉണ്ടാക്കിയതാ കുമാരനാ. അമ്മൂട്ടി ഛർദ്ദിച്ചെന്നാ അവൻ സ്കൂളിൽ വന്ന് പറഞ്ഞത്. ശോ, ഇങ്ങനെ ആളുകളെ കുരങ്ങു കളിപ്പിക്കരുത്. ആ, നോക്കി നിൽക്കാതെ നീ പോയി കരിക്ക് കൊണ്ടുവാ. ആ ഈ മഹാധനത്തിലിരിക്കട്ടെ. എന്റെ കാടാമ്പുഴ ഭഗവതി.